യേശുനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എല്ലാവരെയും ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കാലം നമുക്ക് ബൈബിൾ ക്ലാസ് ഇല്ലായിരുന്നു. നിങ്ങളിന്ന് വളരെ പ്രതീക്ഷയോടെയാണ് ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിശ്ചയമായി നിങ്ങൾ പ്രാർത്ഥനയോടെയാണ് ദൈവവചനം കേൾക്കുന്നതെങ്കിൽ പഠിക്കുന്നതെങ്കിൽ നിശ്ചയമായി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തന്നെ തീരും. ശരി, അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ബൈബിൾ ക്ലാസ് ദയവായി ശ്രദ്ധിച്ചാൽ. നമ്മൾ പഠിച്ചു വരുന്ന വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ പഠിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവിക രോഗശാന്തി എന്നുള്ള വിഷയമാണ്. നിങ്ങൾക്കത് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് കേട്ടോ. നമ്മൾ പഠിക്കുന്ന വിഷയം അതാണ്, ദൈവിക രോഗശാന്തിയാണ്. നമ്മൾ പഠിച്ച വിഷയങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന്, ദൈവവചനത്തിലുള്ള വിശ്വാസം എന്നൊരു വിഷയം നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് എന്തുവാണ്? ദൈവിക നീതീകരണം എന്നുള്ളൊരു വിഷയവും നമ്മൾ പഠിച്ചായിരുന്നു. നിങ്ങൾക്കതെല്ലാം ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ലാത്തവർ ദയവായി യൂട്യൂബ് നിങ്ങൾ ആ വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് കേട്ടോ. ശരി, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന വിഷയം അതാണ്, ദൈവിക രോഗശാന്തിയാണ്. കഴിഞ്ഞ ക്ലാസ് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പം ദൈവിക രോഗശാന്തി എന്നുള്ള വിഷയം 3 ക്ലാസ് കഴിഞ്ഞ 2 ക്ലാസ് കഴിഞ്ഞു. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിലത് നന്നായിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തത് 3-ാമത്തെ ക്ലാസ്സാണ്. ദൈവിക രോഗശാന്തിയിൽ 3-ാമത്തെ ക്ലാസ്സാണ്. പക്ഷേ എങ്കിലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പലരും ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാനും ശ്രമിക്കാം. നിങ്ങൾക്ക് ആ ദൈവവചന ഭാഗം നിങ്ങൾക്ക് ലഭ്യമാകും. ഓക്കെ, ശരി, നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ബൈബിൾ ക്ലാസ് ആരംഭിക്കാം കേട്ടോ. ശരി. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദി. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിന് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഹൃദയമായി അങ്ങ് സംസാരിച്ചാലും എന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവവചനത്താലും ദൈവത്തിൻ്റെ ആത്മാവിനാലും ഞങ്ങളെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അങ്ങ് പണിതെടുത്താലും എന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ബൈബിൾ ക്ലാസ്സിനെ യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ മറച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ അപ്പാ. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയുന്ന എല്ലാവരെയും ക്ലാസ്സിൽ കൂട്ടിക്കൊണ്ട് വന്നാലും എന്ന് അപേക്ഷിക്കുന്നു. പിന്നീട് അത് വാച്ച് ചെയ്യുന്നവരും ഉണ്ട്. അവരെയും കർത്താവ് ദൃഷ്ടി പതിപ്പിച്ച് അവരുടെ മേൽ അങ്ങയുടെ കരം തൊട്ട് അനുഗ്രഹിച്ചാലും ഇത് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാവരെയും ദൈവത്തിൻ്റെ കൃപയുടെ മറവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ശരി, നമ്മൾ ഇന്ന് വായിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വാക്യം എന്ന് പറയുന്നത് മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 15-ാമത്തെ അധ്യായം അതിൻ്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യം. ഹല്ലേലൂയ. മത്തായി 15-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യം. എന്നാൽ അവൾ വന്നു, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ശരി, നമുക്ക് ഈ വേദഭാഗം നിങ്ങൾക്ക് പലർക്കും ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇവിടെ ഇപ്പോൾ ഒരു കനാന്യ സ്ത്രീ തൻ്റെ മകളുടെ മേലുണ്ടായിരുന്ന ഭൂതോപദ്രവത്തെ സൗഖ്യമാക്കേണ്ടതിന്, യേശു കർത്താവ് സൗഖ്യമാക്കേണ്ടതിന് ആ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് അപേക്ഷിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ യേശു കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശു കർത്താവ് പ്രാരംഭത്തിൽ പറയുന്ന ഒരു വാക്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ തൊട്ട് മുകളിൽ നിങ്ങൾക്ക് വായിക്കാനായി കഴിയും. ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് യേശു പറയുന്നുണ്ട് അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക പ്രമാണം അനുസരിച്ച് യേശുവിൻ്റെ രക്തം കർത്താവ് കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞതിന് ശേഷമാണല്ലോ സർവ്വ മാനവജാതികൾക്കും എന്ത് ചെയ്തത്? രക്ഷയുടെ വാതിൽ തുറക്കപ്പെട്ടത് അല്ലേ.
പക്ഷേ ഇവിടെ അതുകൊണ്ടാണ് യേശു പറഞ്ഞ് ഞാൻ എന്നെ അയച്ചിരിക്കുന്നത് ഇപ്പോൾ ആരുടെ അടുക്കിലേക്കാണ്? ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ്. അപ്പോൾ ആ സമയം യേശു കർത്താവ് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം നോക്കിയാൽ എങ്ങനെയാണ്? യേശുവിൻ്റെ കാൽവരി ക്രൂശിന് ശേഷം മാത്രമേ ഈ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? വിടുതൽ പ്രാപിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന വിശ്വാസം ലഭ്യമാകാൻ സാധ്യതയുള്ള ആ താമസിക്കുന്ന സമയം കുറെ നാളുകൾക്ക് ശേഷം ആ ഒരു വാതിൽ തുറക്കപ്പെടും. പക്ഷേ ആ കുറെ നാളുകൾക്ക് ശേഷം ലഭിക്കപ്പെടാൻ സാധ്യതയുള്ള വിടുതലിനെ വിശ്വാസത്താൽ ആ സ്ത്രീ എന്ത് ചെയ്തു? പ്രാപിച്ചു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അന്ന് അവളുടെ സ്വന്തമാക്കി ആ വിടുതൽ അവൾ പ്രാപിച്ചു. യേശു കർത്താവിന് പോലും അത്ഭുതപ്പെടത്തക്കവണ്ണം അവളുടെ വിശ്വാസം വലിയതായിരുന്നു. നമ്മൾ ഈ ദൈവവചന ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് ദൈവിക രോഗശാന്തിയൊക്കെ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെയും എൻ്റെയും ഉള്ളത്തിൽ എന്ത് ചെയ്യണം? ദൈവവചനത്തിലെ വിശ്വാസത്തിൽ നിങ്ങളും ഞാനും ബലപ്പെടേണ്ടതിനാണ്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലയിലും സാഹചര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരത്തില്ല? ആകുലപ്പെട്ട് മനം കലങ്ങി തകർന്നു പോകേണ്ട സാധ്യത വരത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം നിങ്ങളെ കൈപിടിച്ച് എന്ത് ചെയ്യും? മുന്നോട്ട് നടത്തും കേട്ടോ. കർത്താവിൻ്റെ പ്രവൃത്തി അപ്പോൾ വെളിപ്പെടുകയും ചെയ്യും. നമ്മൾ ആ ക്ലാസ്സുകളിലെല്ലാം അത് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ യേശു പറഞ്ഞ വേറൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല അല്ലേ? അപ്പം അവിടെ വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായി കഴിയും. പക്ഷെ ഞാൻ ഈ ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. അവിടെ ഇപ്പോൾ യേശു കർത്താവ് പറയുന്നൊരു വാക്കെന്ന് പറയുന്നത്, മക്കളുടെ അപ്പം പോലെയാണ് രോഗസൗഖ്യം എന്നാണ്, അല്ലെങ്കിൽ വിടുതൽ എന്നാണ് യേശു കർത്താവ് പറയുന്നത്. വെച്ചാൽ മക്കളുടെ അവകാശമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളും ഞാനും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ നിങ്ങളുടെയും എൻ്റെയും സ്വർഗീയ അവകാശമാണ് സൗഖ്യവും വിടുതലുകളും എന്ന് പറയുന്നത്. നിങ്ങൾക്കത് അങ്ങനെ ചിന്തിച്ചാൽ മതി. എന്തുവാണ്? ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, എൻ്റെ അവകാശമാണ് ദൈവിക രോഗശാന്തിയും വിടുതലുകളും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി എന്ത് ചെയ്യാൻ കഴിയണം? ദൈവത്തോട് പ്രാർത്ഥനയിൽ ചോദിക്കാൻ കഴിയണം കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അപ്രകാരം ചോദിക്കാൻ കഴിയണം. അപ്പോൾ ഈ സ്ത്രീ തൻ്റെ വിശ്വാസത്താൽ വിടുതൽ പ്രാപിച്ചതുപോലെ നിങ്ങളും ഞാനും ഞാൻ കർത്താവിൻ്റെ പൈതലാണ്, അപ്പം അങ്ങയുടെ വിടുതൽ എൻ്റെ മേൽ പകരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിടുവിക്കുന്ന ദൈവകൃപ നിങ്ങളുടെ മേൽ പകരപ്പെടുവാൻ ഇടയായിത്തീരും കേട്ടോ. വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞത്, വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന് പറയാറുണ്ടല്ലേ. വിശ്വാസത്തിൻ്റെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഏതാണ്? എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. നിങ്ങളും ഞാനും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാം? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ വിടുതലിനെ എന്ത് ചെയ്യുകയാണ്? പ്രാപിച്ചെടുക്കുകയാണ്. അപ്പോൾ പ്രാപിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങളുടെയും എൻ്റെയും ഉള്ളത്തിൽ വിശ്വാസത്താൽ ഉള്ള പ്രാർത്ഥനയുടെ നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ആ വിടുതൽ ആദ്യം ആത്മീയ മണ്ഡലത്തിൽ റിയലായി മാറും. ആത്മീയ മണ്ഡലത്തിൽ നിങ്ങളുടെ ചുറ്റിലും ആത്മീയമായ ഒരു വിടുതലിൻ്റെ അന്തരീക്ഷം നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാകും. പിന്നെ വിശ്വാസത്തിൻ്റെ കാൽച്ചുവടും ഏറ്റുപറച്ചിലും നിങ്ങൾ ചെയ്യുന്നതിൻ്റെ നടുവിൽ, വിശ്വാസത്തിൻ്റെ പരിശോധനകളൊക്കെ വരുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ നടത്തണം. അതിൻ്റെ നടുവിൽ എന്ത് ചെയ്യുമെന്നറിയോ? നിങ്ങൾക്ക് അവകാശമായി ആത്മീയ മണ്ഡലത്തിൽ കിടക്കുന്ന ആ വിടുതൽ നിങ്ങളുടെ ശാരീരിക മണ്ഡലത്തിൽ എന്താ ചെയ്യും? മാനിഫെസ്റ്റ് ചെയ്യും. അത് റിയലായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? നിങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതാണ്? മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം എന്നെടുത്ത്, മർക്കോസ് 11-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അതിൻ്റെ 22 മുതലുള്ള വാക്യം ഒന്ന് നോക്കി. 22 അതിപ്പോൾ വേണ്ട, 24-ാം വാക്യം വായിച്ച്. 24-ാം വാക്യം അവിടെ വിശ്വാസത്തിൻ്റെ
ഏറ്റുപറച്ചിലിന്റെയും പ്രാർത്ഥനയുടെയും ഒരു പവർ അതിന്റെ നടുവിൽ എഴുതിയിട്ടുണ്ട് യേശു കർത്താവ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആകെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്ന കാര്യം ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട്. യേശു കർത്താവ് എന്ത് പറഞ്ഞേ? യാചിക്കുന്ന കാര്യം അപ്പൊ ഈ ലഭിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ അത് എവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, എവിടെ വരുന്നത്? അത് ആത്മീയ മണ്ഡലത്തിൽ റിയലായി നിങ്ങളുടെ ജീവിതത്തിൽ വീഴും. മനസ്സിലായി? നിങ്ങളുടെ ജീവിതത്തിൽ അത് പകരപ്പെടും. ഓരോ സമയം നിങ്ങൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴും ആ ദൈവകൃപ നിങ്ങളുടെ മേൽ പകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. നിങ്ങൾക്കത് ഒരിക്കലൂടെ ഞാൻ പറഞ്ഞതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. 1 തെസ്സലോനിക്ക ലേഖനം 2:13 ഒന്ന് നോക്കിയേ. 1 തെസ്സലോനിക്ക 2:13. ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക 2:13. 1 തെസ്സലോനിക്ക 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ഞങ്ങൾ പ്രസംഗിച്ചു ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യരുടെ വചനമായിട്ടില്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന ഞങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ശരി, ദൈവവചനം വിശ്വസിക്കുമ്പോൾ ഒരു പ്രത്യേകത അവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാണ്? ദൈവവചനം സാക്ഷാൽ അത് ദൈവവചനമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ സ്വീകരിച്ചാൽ വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേക്കുന്നത്? വ്യാപരിച്ചു കൊണ്ടിരിക്കുമെന്നാ പറയുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറമെ നിങ്ങൾ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴും നിറവോടെ നിങ്ങൾക്ക് നടക്കാനായി കഴിയും. അത് നിങ്ങളുടെ ചുറ്റിലും വ്യാപരിച്ചു കൊണ്ടുവരിക്കും. ബൈബിളിലൊരു വാക്യമുണ്ട്, എന്തുവാണ്? നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീറോവ് പോലെയും ആയിത്തീരും എന്ന് പറയുന്നത്. നിങ്ങളുടെ ചിലപ്പോൾ ഒരു ജീവിത സാഹചര്യം എന്ന് പറയുന്നത് എന്തുമായിരിക്കും? മരുഭൂമി പോലത്തെ അന്തരീക്ഷമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്ത് വഹിച്ചുകൊണ്ട് നടക്കാനായി കഴിയും? നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീറോവ് പോലെയും നിങ്ങളുടെ ചുറ്റിലും ഒരു ആത്മീയ സമ്പുഷ്ടത ദൈവത്തിന് നിങ്ങൾക്ക് നൽകാനായി കഴിയും. ഹല്ലേലൂയ. എപ്പോഴെന്നറിയോ? നിങ്ങൾ ദൈവവചനം വിശ്വസിച്ച് ആ വിശ്വാസത്തെ വാഗൊണ്ട് ഏറ്റുപറയുകയും വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, ആ വിശ്വാസത്തോടെ ദൈവവചനത്തിലുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക വിടുതൽ നിങ്ങൾ പ്രാപിക്കാനായി കഴിയും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത്, കനാന്യ സ്ത്രീ എന്തോ ചെയ്ത് വിശ്വാസത്താൽ എന്ത് ചെയ്തു? അവളുടെ വിടുതൽ പ്രാപിച്ചു. ഇനി നമ്മുടെ അടുത്തുള്ള ദൈവത്തിനുള്ള ചോദ്യമാണ്, നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങളും ഞാനും എന്ത് ചെയ്യണം? നമുക്കുള്ള വിടുതലുകളെ പ്രാർത്ഥിച്ച് ചോദിച്ചു വാങ്ങാൻ നമ്മുടെ ഉള്ളിലൊരു താല്പര്യം ഉണ്ടാകണം. ചോദിച്ചു വാങ്ങാൻ നിങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാനും നിങ്ങൾ വിശ്വാസത്താൽ സ്വീകരിക്കാനും നിങ്ങൾക്ക് കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരി, നിങ്ങൾക്ക് ബൈബിളിൽ ഒട്ടനവധി വാഗ്ദത്തങ്ങൾ സൗഖ്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബൈബിളിൽ കാണാനായി കഴിയും. ഒട്ടനവധി വാഗ്ദത്തങ്ങൾ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പഴയ നിയമത്തിലായിരുന്നാലും പുതിയ നിയമത്തിലായിരുന്നാലും സൗഖ്യത്തെക്കുറിച്ച് അനവധിയായ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് വേദപുസ്തകത്തിനകത്ത് കാണാനായി കഴിയും. അനവധിയായ വാഗ്ദത്തങ്ങൾ. അപ്പോൾ ബൈബിളിൽ നിങ്ങൾ വേണമെന്ന് വെച്ച് നിങ്ങൾ വേഗത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പോൾ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 23-24 വാക്യം. അവിടെ വാഗ്ദത്തം കിടപ്പുണ്ട്. എന്തുവാണ്? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അല്ലേ അവൻ്റെ ശബ്ദം കേൾക്കുകയും അവൻ്റെ ഇഷ്ടപ്രകാരം നടക്കുക. അങ്ങനെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും ഞാൻ നിനക്ക് വരുത്തുകയില്ല, എന്നാൽ അത് വന്നു പോയാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന നിന്റെ ദൈവമായ യഹോവയാകുന്നു. കർത്താവ് അത് വാക്ക് പറഞ്ഞൊരു കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരി, അപ്പോൾ അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൽ 23-ാം അധ്യായം 24-25 തോന്നുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്. എന്തുവാണ്? നിന്റെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് എന്ത് ചെയ്യും? അകറ്റിക്കളയും. രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന്
അകറ്റിക്കളയും, ഗർഭമലസുന്നവളും മച്ചിയും നിന്റെ ദേശത്തുണ്ടാകുകയില്ല, ഞാൻ നിന്റെ ആയുഷ്കാലം എന്ത് ചെയ്യും? പൂർത്തിയാക്കും. അത് ദൈവത്തിന്റെ പ്രോമിസാണ്. ഹല്ലേലൂയ. അപ്പൊ ഒട്ടനവധി വാഗ്ദത്തങ്ങൾ പഴയ നിയമത്തിൽ കാണാം. പിന്നെ 103 സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യം അല്ലെ. 103 സങ്കീർത്തനം അതിന്റെ 2-3 വാക്യം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു. ആരെന്നുള്ളത് പറഞ്ഞു നോക്കിയേ. നിന്റെ അല്ലെ, അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും എന്ത് ചെയ്യുന്നു? സൗഖ്യമാക്കുന്നു അല്ലെ. അതുപോലെ സങ്കീർത്തനങ്ങൾ 107:20 എന്തോ പറഞ്ഞിരിക്കുന്നത്? സങ്കീർത്തനം 107:20 അവൻ തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്നൊക്കെ വിടുവിക്കുന്നു. അത് ദൈവത്തിന്റെ പ്രോമിസാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രോമിസുകളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് ആരോട് സംസാരിച്ച വാഗ്ദത്വ? ആരോട് സംസാരിച്ച വാഗ്ദത്വ? ഇസ്രായേലിനോട് അല്ലെ. പഴയ നിയമ ഉടമ്പടിക്കകത്തുള്ള ഇസ്രായേൽ ജനത്തോടുണ്ടായിരുന്ന ദൈവത്തിന്റെ വാഗ്ദത്വമാണ് അല്ലെ. നമ്മളാണെങ്കിലോ ഇന്ന് ഏത് നിയമത്തിന്റെ അകത്താണ്? പുതിയ നിയമ ഉടമ്പടിക്കകത്തുള്ളവരാണ് നമ്മൾ. പഴയ നിയമ ഉടമ്പടിക്കകത്തുണ്ടായിരുന്ന ഇസ്രായേലും പുതിയ നിയമ ഉടമ്പടിയിൽ യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഉറപ്പിക്കപ്പെട്ട പുതിയ നിയമത്തിന്റെ ഉടമ്പടിയുടെ അകത്തുള്ളവരാണ് നിങ്ങളും ഞാനും അല്ലേ. ഞാൻ പറയുന്നതല്ല മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. പക്ഷെ വാഗ്ദത്തങ്ങൾ നിങ്ങളിങ്ങനെ പഴയ നിയമത്തിൽ ഇവിടുത്തൊക്കെ സംസാരിച്ച വാഗ്ദത്തങ്ങൾ എനിക്ക് എങ്ങനെ അവകാശമാക്കാമെന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ വാക്യം കാണിച്ചു തന്നിട്ടുണ്ട്. ഏതാണ്? എനിക്ക് 2 കൊരിന്ത്യർ 1-ാം അധ്യായം 20-ാം വാക്യം നോക്കി. 2 കൊരിന്ത്യർ 1:20 ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം വരുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. സന്തോഷമുണ്ടോ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ക്രിസ്തേശുവിലുള്ളവർക്ക് നിങ്ങൾക്കും എനിക്കും എന്താക്കാമെന്ന് പറഞ്ഞേക്കുന്നത്? ആ വാഗ്ദത്തം നിങ്ങളുടെയും എന്റെയും അവകാശമാക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവനിൽ ഉള്ളവർക്ക് ഉവെന്നാണ്. അവനിൽ ഉള്ളവർക്ക്, അവനിൽ എന്ന് പറഞ്ഞ ആരാണ്? ക്രിസ്തേശുവിലുള്ളവർക്ക്. നിങ്ങളൊരു ക്രിസ്തു യേശുവിലാണെങ്കിൽ, നിങ്ങൾ ദൈവവേദനാണെങ്കിൽ, യേശുവിലൂടെ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ അവകാശികളാണ് നിങ്ങൾ ഓരോരുത്തരും. ഞാൻ പറയുന്നതല്ല മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉള്ളവർക്ക് എന്താണ്? അത് ഉവ്വ് എന്നാണ്. അതിനെന്ത് പറഞ്ഞ് സ്വീകരിക്കാനാ പറയുന്നത്? ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കാനാ പറയുന്നത്. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം ഞാൻ പറയാം. പഴയ നിയമത്തിനേക്കാളും പഴയ നിയമത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും? ഒത്തിരി വാഗ്ദത്തങ്ങൾ സൗഖ്യത്തെക്കുറിച്ച് ദൈവം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമത്തിലായിരുന്നാലും പുതിയ നിയമത്തിലായിരുന്നാലും ആത്മീയമായ പണിയൽ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവം എന്ത് പറഞ്ഞത്? സൗഖ്യമായിരുന്നാലും വിടുതലുകളായിരുന്നാലും സമൃദ്ധിയായിരുന്നാലും ദൈവം പ്രോമിസ് ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അല്ലാതെ സൗഖ്യം പ്രാപിച്ചിട്ട് ഇങ്ങനെ പൊടി തട്ടി നമ്മുടെ ഇഷ്ടത്തിന് പോകാനല്ല. സൗഖ്യം പ്രാപിച്ചിട്ട് ഇങ്ങനെ പൊടിയും തട്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകാനല്ല. പഴയ നിയമത്തിലായിരുന്നാലും പുതിയ നിയമത്തിലായിരുന്നാലും, അഥവാ ഒരുപക്ഷെ ഒരാള് കർത്താവിനോട് നിലവിളിച്ച് ഒരു വിടുതൽ പ്രാപിച്ചാലും ആ വ്യക്തി എങ്ങനെ നടക്കണം? ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പണിയപ്പെടണമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ആണോ അല്ലയോ? അല്ലെ, യേശു കർത്താവ് ഒരു വ്യക്തിയെ എന്ത് ചെയ്തു? നേരിട്ട് പോയി സൗഖ്യമാക്കി അല്ലെ. നേരിട്ട് പോയി സൗഖ്യമാക്കിയിട്ട് അല്ലെ, ബെതസ്ത കുളക്കടവിൽ കിടന്ന മനുഷ്യൻ അല്ലെ, യേശു കർത്താവ് നേരിട്ട് പോയി എന്ത് ചെയ്തു? ആ കിടക്കുന്ന മനുഷ്യനെ പോയി യേശു കർത്താവ് സൗഖ്യം നൽകി അല്ലെ. കിടക്ക എടുത്ത് നടക്കാന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ. പിന്നെ യേശു കർത്താവ് ആ വ്യക്തിയെ എവിടെ വെച്ച് കണ്ടെന്നാ പറയുന്ന ബൈബിളില്? പള്ളിയിൽ വെച്ച് കണ്ടു അല്ലെ. പള്ളിയിൽ വെച്ച് കണ്ടപ്പോ യേശു എന്താ പറഞ്ഞേ? നോക്ക് നീ സൗഖ്യമായല്ലോ. നോക്ക് നീ സൗഖ്യം. എവിടെയാണ്? യോഹന്നാൻ 5-ാം അധ്യായത്തിലുണ്ടല്ലേ. നോക്ക് നീ സൗഖ്യമായല്ലോ. അടുത്തെന്ത് പറഞ്ഞേ? അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത് അല്ലെ. അങ്ങനെയല്ലേ യേശു പറഞ്ഞേ? അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ എന്ത് ചെയ്യരുത്?
പാപം ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പഴയ നിയമത്തിലായിരുന്നാലും പുതിയ നിയമത്തിലായിരുന്നാലും ആത്മീയമായ ഒരു പണിയൽ കർത്താവ് നമ്മോട് എന്ത് ചെയ്തിട്ടുണ്ട്? ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സോടെ എന്ത് ചെയ്യുക? ദൈവത്തോട് അടുത്ത് വരിക, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പണിയപ്പെടാൻ അടുത്തു വരാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ശരി, ഇനി ഞാൻ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ നിങ്ങൾ ഒത്തിരി രോഗസൗഖ്യത്തിന്റെ വാഗ്ദത്തങ്ങൾ കാണുന്നുണ്ട്, പുതിയ നിയമത്തിൽ നിങ്ങൾ രോഗസൗഖ്യത്തിന്റെ വാഗ്ദത്തം കാണുന്നുണ്ട്, അല്ലേ? അപ്പൊ ഇതെല്ലാം നമ്മൾ കാണുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പക്ഷെ ഇതിന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പഴയ നിയമത്തില് ജനം ദൈവത്തോട് അടുത്തു വരാൻ ദൈവം കൊടുത്തിരുന്ന അനുവാദവും പുതിയ നിയമത്തിൽ നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാനുള്ള അനുവാദവും നോക്കിയാൽ, പുതിയ നിയമത്തിൽ നമുക്ക് അധികമായി ദൈവത്തോട് എന്ത് ചെയ്യാൻ കഴിയും? ചേർന്ന് നിൽക്കാനായി കഴിയും, പറ്റി നിൽക്കാനായി കഴിയും, അല്ലേ? കുറച്ചുകൂടെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കർത്താവിനോട് അടുത്ത് ചെല്ലാം, നിങ്ങൾക്ക് കർത്താവിനോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ഉള്ളത്തിൽ എന്ത് ചെയ്യാം? കർത്താവുമായി പറ്റിച്ചേരാം, കർത്താവിനോട് പറ്റിച്ചേരാം. പക്ഷെ പഴയ നിയമത്തിലാണെങ്കിലോ ജനം എങ്ങനെ തന്നെ അവര് ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം പാപക്ഷമയ്ക്ക് വേണ്ടി അർപ്പിച്ചതിന് ശേഷം, അല്ലെ, പുരോഹിതന്മാര് പോയി പ്രാർത്ഥിച്ചിട്ട് പോലും, അല്ലെ, പുരോഹിതന്മാര് അതിപരിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ പോയി ദൈവത്തോട് പാപക്ഷമ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നിരന്തരം യാഗപീഠത്തിന്റെ അരികെ പുരോഹിതന്മാർ പ്രാർത്ഥിച്ചിട്ടും ജനം നിന്നത് എവിടാണ്? പഴയ നിയമത്തില് പ്രാകാരത്തിലാണ്, എന്ന് വെച്ചാൽ ദൂരെയാണ് നിന്നിരുന്നത്, ദൈവത്തോട് അടുത്തില്ല, പെർമിഷൻ ഇല്ലായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിലാണെങ്കിലോ നിങ്ങൾക്കും എനിക്കും ദൈവത്തോട് അധികമായി അടുത്ത് ചെന്ന് പറ്റിയിരിക്കാനുള്ള, ചേർന്ന് നിൽക്കാനുള്ള അനുവാദം ദൈവം നൽകിയിട്ടുണ്ട്, അല്ലേ? അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ബൈബിളില് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പഴയ നിയമത്തിനുള്ളതിനേക്കാളും ശ്രേഷ്ഠമായ രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയും? ദൈവിക കൃപ അനുഭവിക്കാനായി കഴിയും. ഹല്ലേലൂയ, മനസ്സിലാകുന്നുണ്ടോ? പഴയ നിയമത്തെക്കാളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവകൃപ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാനായി കഴിയും. നിങ്ങൾക്ക് ഒരു വാക്യം ഞാൻ വായിച്ച് ഏൽപ്പിച്ചു തരാം. എബ്രായർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 6-ാം വാക്യം വായിച്ച്. എബ്രായർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. എബ്രായർ 8:6. ഹല്ലേലൂയ. എബ്രായർ 8:6. അവരുടെ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിൽ മേൽ സ്ഥാപിക്കപ്പെട്ട വിശേഷേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ശരി, ഈ വാക്യങ്ങൾ പറയുന്നത് അവനോ എന്ന് വെച്ചാൽ യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. നോക്കിയേ, അവിടെ പറഞ്ഞിരിക്കുന്ന പദം എങ്ങനെയാണ്? വിശേഷത ഏറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമം. പുതിയ നിയമത്തെ പറയുന്ന പേരെന്തുവാണ്? പഴയ നിയമത്തെക്കാളും വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ടതാണ് പുതിയ നിയമം. ഹല്ലേലൂയ. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ബെറ്റർ ദാൻ ഓൾഡ് കവണന്റ് എന്നാണ്. ബെറ്റർ, പുതിയ നിയമത്തെ പറയുന്ന പേരെന്താണ്? ബെറ്റർ എന്നാണ്. ബെറ്റർ ദാൻ ഓൾഡ് ടെസ്റ്റമെന്റ്. അപ്പൊ അതിന്റെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവിക വിടുതലുകളും ദൈവിക വാഗ്ദത്തങ്ങളും ആത്മീയ മണ്ഡലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, ആത്മീയമാകട്ടെ ഭൗതിക വിഷയത്തിന്റെ മണ്ഡലങ്ങളിലാകട്ടെ, ദൈവം പ്രോമിസ് ചെയ്തതായ വിടുതലുകളും വാഗ്ദത്തങ്ങളും നിങ്ങൾക്കും എനിക്കും എന്ത് ചെയ്യാൻ കഴിയും? യേശു ക്രിസ്തുവിലൂടെ അവകാശമാക്കാനായി കഴിയും. ഹല്ലേലൂയ. ആ കാര്യം മറക്കരുത്. അത് കർത്താവ്, ഞാൻ ഈ കാര്യങ്ങളെല്ലാം എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ദൈവം വച്ചിരിക്കുന്നതായ ദൈവിക പ്രോമിസിനെ നിങ്ങൾ അവകാശമാക്കാൻ നിങ്ങൾ ഉത്സാഹിപ്പിക്കുകയാണ് കേട്ടോ. ഈ വചനങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള ഒരു താല്പര്യവും വാഞ്ചയും എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ. മനസ്സ് മടുത്തു പോകരുത്. ദൈവത്തിന്റെ കരം അത്ഭുതകരമായി നമ്മോട് കൂടെയുണ്ട് കേട്ടോ. ബൈബിളില് നമ്മൾ
കാണുന്ന ചില ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഒരു വാക്യം ഞാനൊന്ന് കാണിച്ചു തരാം. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശു കർത്താവ് എവിടെയൊക്കെ ശുശ്രൂഷയ്ക്കായി കടന്നു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷയിൽ യേശു കർത്താവ് എന്ത് ചെയ്തിരുന്നു അറിയാമോ? ദൈവവചനം പ്രസംഗിച്ചിരുന്നു. അതിനുശേഷം രോഗികളെ കർത്താവ് എന്ത് ചെയ്തിരുന്നു? സൗഖ്യമാക്കിയിരുന്നു. ശരി, ലൂക്കോസ് 9-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. ലൂക്കോസ് 9:11. ലൂക്കോസ് 9:11. അത് പുരുഷാരം അറിഞ്ഞു അവനെ പിന്തുടർന്നു. അവൻ അവരെ കൈക്കൊണ്ടു ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുകയും ചെയ്തു. ശരി, ഇവിടെ നിങ്ങൾ കർത്താവിന്റെ ഹൃദയം ഒന്ന് ചിന്തിച്ചാൽ മതി. കർത്താവിന്റെ സ്വഭാവം എങ്ങനെയാണ്? കർത്താവിന്റെ സ്വഭാവം എങ്ങനെയാണ്? യേശു കർത്താവ് ചെയ്തിരുന്ന ശുശ്രൂഷയില് കർത്താവിന്റെ സ്വഭാവം കർത്താവ് വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്. യേശു കർത്താവിന്റെ മുമ്പിൽ വന്ന ജനത്തോട് എന്ത് ചെയ്തു? ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം യേശു എന്ത് ചെയ്തു? അവരിൽ സൗഖ്യം വേണ്ടവരെ യേശു കർത്താവ് സൗഖ്യമാക്കുകയും ചെയ്തു. അല്ലെ, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് എന്തുവാണ്? ആൻഡ് ഹീൽഡ് ദോസ് ഹൂ ഹാഡ് നീഡ് ഓഫ് ഹീലിംഗ് എന്നാണ്. രോഗശാന്തി ആവശ്യമുള്ളവരെ കർത്താവ് എന്ത് ചെയ്തു? സൗഖ്യമാക്കി. ഇനി ഇത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എങ്ങനെ അറിയാം? കർത്താവിൻ്റെ ആ സ്വഭാവം നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? ഒന്ന് അലിയിച്ച് ചേർക്കണം. കർത്താവിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? യേശു കർത്താവ് തൻ്റെ വായിൽ നിന്ന് എന്ത് ചെയ്തു? ദൈവവചനം കേൾപ്പിച്ചു. അതിനുശേഷം രോഗശാന്തി വേണ്ടവരെ കർത്താവ് എന്ത് ചെയ്തു? സൗഖ്യമായി. അപ്പൊ കർത്താവിൻ്റെ ഹൃദയം ഒന്ന് അറിയണം. കർത്താവിൻ്റെ ഹൃദയം ദൈവവചനം ഷെയർ ചെയ്യുമ്പോൾ തന്നെ ദൈവവചനം കേൾക്കാൻ വാഞ്ചയോടെ വന്നവരുടെ അടുക്കൽ കർത്താവ് നോക്കിയത് എന്താണ്? ആർക്കെങ്കിലും വിടുതലും ആവശ്യമുണ്ടോ? മനസ്സിലാകുന്നുണ്ട്? ദൈവവചനം കേൾക്കാൻ ദാഹത്തോടെ കടന്നു വന്നവരുടെ അടുക്കൽ യേശു കർത്താവ് ആ കാഴ്ച കണ്ടപ്പോൾ യേശു എങ്ങനെയാ നോക്കിയേ? അവരിൽ ആർക്കെങ്കിലും വിടുതൽ ആവശ്യമുണ്ടോ? അവരിലേക്ക് യേശുവിൻ്റെ കണ്ണ് എന്ത് ചെയ്തിരുന്നു? യേശുവിൻ്റെ കണ്ണ് അവരുടെ അടുക്കിലേക്ക് എത്തിയിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കർത്താവ് നോക്കിയിരുന്നു. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. മത്തായി 14-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ടു, അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. ശരി, അവൻ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യം. അപ്പൊ അതിന്റെ അർത്ഥം കർത്താവിന്റെ ഹൃദയം എന്ത് ചെയ്യും? മനസ്സലിയുന്ന കർത്താവിന്റെ ഹൃദയമാണ്. അല്ലെ, കർത്താവിന്റെ ഹൃദയം മനസ്സലിവുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇത് എന്തിനാണ് ഞാനിത് ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയോട് അടുത്ത് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ദൈവിക കൂട്ടായ്മയിൽ നമ്മൾ ഒരു ആരാധനാ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നിമിഷം ചിന്തിക്കണം. എന്തുവാണ്? ഈ ഭൂമിയിൽ നടന്ന സമയത്ത് ജനങ്ങളെ കണ്ടപ്പോൾ അവരോട് ദൈവവചനം ഷെയർ ചെയ്യുകയും അവരിലുള്ള രോഗികളെ സൗഖ്യമാക്കാൻ മനസ്സുണ്ടായിരുന്ന അതേ കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ നടുവിലും എന്ത് ചെയ്യുന്നത്? കൂട്ടായ്മയുടെ നടുവിൽ ഇറങ്ങി വരുന്നത്. കൂട്ടായ്മയുടെ നടുവിലും ഇറങ്ങി വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ, കർത്താവിൻ്റെ ഒരു കൂട്ടായ്മയിൽ നമ്മൾ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ദൈവസ്ഥയിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെയും എൻ്റെയും ഉള്ളിലുള്ള പ്രതീക്ഷ എന്ത് ചെയ്യണം? നല്ല ധൈര്യവും ഉറപ്പും ഉള്ളതാകണം. അല്ല, ഞാൻ ഇങ്ങനെ പോകൂ എന്ന് എന്ത് ചെയ്യരുത്? നിങ്ങളോട് തന്നെ സംസാരിച്ചുകൊണ്ട് മനസ്സിനെ ഇടിക്കുന്ന അനുഭവം ഉണ്ടാകരുത്. അല്ലെ, പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ മടുപ്പ് വന്നിട്ടില്ലേ? അല്ലെ, ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നതെങ്കിലും നമ്മുടെ ചിലരുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യും? അയ്യോ, എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല, ഞാൻ ഒന്നിനും എനിക്ക് കഴിവില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ തന്നെ പോകും എന്നുള്ള ചിന്തകൾ ചിന്തിക്കാറില്ലേ? പക്ഷെ ദൈവസന്നിധിയിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? നിങ്ങളെ കൊണ്ട് കഴിയില്ല, നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയില്ല എന്നുള്ള ചിന്തകളൊക്കെ അങ്ങ് അകറ്റണം. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾ എന്ത് വിശ്വസിക്കണം?
കർത്താവിൻ്റെ സന്നിധിയിലാണ് ഞാൻ അടുത്ത് വന്നിരിക്കുന്നതെന്നും എനിക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കാനും പ്രതീക്ഷിക്കാനും കഴിയുമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുക? വിശ്വസിക്കുക കേട്ടോ. ഹല്ലേലൂയ. ബൈബിളിൽ അതിൻ്റെ വേറൊരു ഉദാഹരണമാണല്ലോ മർക്കോസ് 3-ാം അധ്യായം 1-2 വാക്യം. മർക്കോസ് 3-ാം അധ്യായം 1-2 വാക്യം ഒന്ന് വായിച്ചേ. മർക്കോസ് 3-ന്റെ 1-2 വാക്യം. മർക്കോസ് 3-ന്റെ 1-2 വാക്യം. അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു. പിന്നെ അവരോട് ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. ശരി, മതി. അപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് യേശു കർത്താവ് അല്ലെ ദൈവവചനം പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലെ. ആ സമയത്ത് വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ യേശുവിന്റെ തൊട്ട് മുമ്പിലുണ്ടായിരുന്നു. ഒരു വരണ്ട കൈയുള്ള മനുഷ്യൻ, കൈയൊക്കെ വരണ്ട് ഉണങ്ങി ഒന്ന് ചലിപ്പിക്കാൻ പറ്റാതെ സ്റ്റിഫായിരിക്കുന്ന കരം. അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശു കർത്താവ് ദൈവവചനം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ നോട്ടം ആരിലേക്ക് പോവുകയാണ്? ഈ വരണ്ട കൈയുള്ള മനുഷ്യന്റെ അടുക്കിലേക്ക് കർത്താവിൻ്റെ നോട്ടം ചെല്ലുന്നതായി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് കർത്താവിന് അടുത്ത ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് മറ്റാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മറ്റാരൊക്കെ എന്തൊക്കെ തെറ്റായി ചിന്തിച്ചാലും ഈ മനുഷ്യന് വിശ്വസിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഞാൻ പറയുന്നത് പോലെ കൈ നീട്ടാൻ കഴിയുമെങ്കിൽ എന്തുണ്ടാകും? വിടുതൽ ആ കയ്യിൽ വ്യാപരിക്കുമെന്ന് യേശുവിന് മനസ്സിലായി അല്ലെ. യേശു കർത്താവ് അതുകൊണ്ട് ആ വ്യക്തിയെ മാത്രം നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നടുവിൽ എന്ത് ചെയ്യുക? എഴുന്നേറ്റ് നിൽക്ക എന്ന് യേശു പറയാനിടയായി. ഇത് മനസ്സിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ യേശു കർത്താവ് ഇതേ യേശു കർത്താവ് തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നതിൻ്റെ നടുവിലും ഇറങ്ങി വരുന്നത്. ഞാൻ പലപ്പോഴും പൊതുവിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിശ്വാസത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം, കർത്താവ് ചെയ്യാൻ ശക്തനെന്ന് വിശ്വസിക്കണം. ഈ ദൈവവചന ഭാഗങ്ങൾ അങ്ങനെ ഉള്ളതുകൊണ്ട് പ്രതീക്ഷിക്കുക, പ്രത്യാശിക്കുക, കർത്താവിൽ ഉറച്ചു നിൽക്കുക, വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ ചെയ്യുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ പൊതുവിൽ ഞാൻ സാധാരണ സഭയിൽ കൂട്ടായ്മകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരു പക്ഷെ ഒരു വ്യക്തി എഴുന്നേറ്റ് എന്ന് പറയുകയാണ്. ചില ആൾക്കാർ കൂട്ടായ്മയിൽ വരുമ്പോൾ കർത്താവ് തന്നെ ആ ദിവസം തൊടുമെന്ന് വിശ്വസിക്കാതെ വരുന്ന ആൾക്കാരുണ്ട്. കൂട്ടായ്മയിൽ ചെന്നിരിക്കുമെങ്കിലും എന്ത് ചെയ്യുന്നവരുണ്ട്? വിടുതൽ തനിക്ക് പ്രാപിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തൊരുന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെ ഉണ്ട്, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് യേശു കർത്താവ് ഒരു കുരുടനെ നോക്കി പറഞ്ഞു അല്ലേ. ഒരു കുരുടനായ ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശുവോട് പറഞ്ഞു, യേശുവെ ഞങ്ങൾക്ക് 2 കുരുടന്മാർ യേശുവിൻ്റെ അടുത്ത് വന്നു, ഇനി നിങ്ങൾക്ക് കാഴ്ച വേണമെന്ന് പറഞ്ഞു അല്ലേ. കാഴ്ച വേണമെന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് എന്തു ചെയ്ത് ആ കണ്ണിൽ തൊട്ടിട്ട് പറഞ്ഞ കാര്യം അല്ലെ, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പറ്റുമെന്ന് പറഞ്ഞു. ഉടനെ യേശു കർത്താവ് ആ കണ്ണിൽ തൊട്ട് പറഞ്ഞ വാക്കെന്നറിയാവോ? എന്തു പറഞ്ഞ്? നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. എന്തായാലും അവരുടെ ഹൃദയത്തിൽ അവർ വിശ്വസിച്ചത് യേശു കർത്താവ് ഒന്ന് തൊട്ടാൽ ഞങ്ങൾക്ക് വിടുതലുണ്ടാകുമെന്നാണ് അവരെന്ത് ചെയ്തത്? ഹൃദയത്തിൽ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് യേശു കർത്താവ് കരം തൊട്ട ഉടനെ അവരുടെ കണ്ണുകൾ എന്ത് ചെയ്യപ്പെട്ടു? തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും കൂട്ടായ്മയുടെ നടുവിൽ നമ്മൾ ചിലപ്പോഴൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൂട്ടായ്മയുടെ നടുവിൽ ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന സമയത്ത് പലപ്പോഴും ചില ആൾക്കാരെങ്കിലും എന്ത് ചെയ്യും? ഒരു പ്രതീക്ഷയില്ലാതെ എന്നെ കർത്താവിന് ഇന്ന് തൊടാൻ കർത്താവ് നടുവിലുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ, ആ കർത്താവ് തൊടുമോ എന്ന് പോലും പ്രതീക്ഷിക്കാതെ വന്ന് വെറുതെ ഇരുന്നിട്ട് പോകാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ആയിപ്പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്, സാക്ഷ്യം പറയാൻ ഒരാൾ എഴുന്നേറ്റാൽ അയാൾ പറയുകയാണ്,
കഴിഞ്ഞ ഒരാഴ്ചക്കാലം എനിക്ക് എന്തുണ്ടായിരുന്നു, കഠിനമായ ഒരു പ്രശ്നത്തിൽ കൂടെ അല്ലെങ്കിൽ വേദനയിലൂടെ ഞാൻ കടന്നുപോയി. പക്ഷെ അങ്ങനെ ഒരാൾ സാക്ഷ്യം പറഞ്ഞാൽ അടുത്ത നിമിഷം അയാൾ ഇരിക്കുന്നതിന് മുൻപ് പറയേണ്ടുന്ന ഒരു വാക്കുണ്ട്. എന്തോന്നറിയാം? ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുകയാണ്, എനിക്ക് കർത്താവിൽ എന്തുണ്ട്, വിശ്വാസമുണ്ട്. കർത്താവ് എന്നെ ഇന്ന് തൊടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ എൻ്റെ മേൽ തൻ്റെ കരം വെച്ച് അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന വാക്കും കൂടെ ചേർത്ത് പറയുന്നത് നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്? ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ കഠിനമായ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവസന്നിധിയിൽ ദൈവവചനം കേൾക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ അടുത്തു വരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ വിടുതൽ പകരാൻ കഴിവുള്ള കർത്താവിൻ്റെ അടുക്കലാണ് നമ്മൾ ചെല്ലുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കയ്യിൽ നമുക്കെല്ലാ വിഷയങ്ങൾക്കുമുള്ള മറുപടി ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ഹല്ലേലൂയ. കർത്താവിന് സന്നിധി നമുക്ക് നമ്മുടെ വിഷയങ്ങൾക്ക് എല്ലാറ്റിനും മറുപടി ഉണ്ടോ ഇല്ലയോ? മറുപടി ഉണ്ട്. ഹല്ലേലൂയ. കർത്താവിന് എന്തെങ്കിലും ഉത്തരം, അല്ലെ, നമ്മുടെ ചോദ്യങ്ങൾക്ക്, നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നു പോകുന്നതായ ക്വസ്റ്റ്യനുകൾ, എന്ന്, എങ്ങനെ, എപ്പോ, ഇല്ലേ? പലപ്പോഴും നമ്മൾ ചോദിക്കില്ലേ, എന്ത്, എങ്ങനെ, എപ്പോ എന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യനുകളില്ലേ നമ്മുടെ ഹൃദയത്തില്? അതിന് കർത്താവിന് ഉത്തരമുണ്ടോ? കർത്താവിന് നിശ്ചയമായി എന്തുണ്ട്? ഉത്തരം ഉണ്ട്. കർത്താവിൻ്റെ കരങ്ങളിൽ എന്തുണ്ട്? ഉത്തരമുണ്ട്. കർത്താവിന് ഒത്തിരി കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ട്. ഹല്ലേലൂയ. നമ്മെ തൊടാനായിട്ടുണ്ട്, നമ്മെ പണിയാനായിട്ടുണ്ട്, മറുപടി നൽകാനായിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തോടെ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലണം. ഹല്ലേലൂയ. ബൈബിളിൽ ഞാൻ വിശ്വാസത്തിന്റെ ക്ലാസ് എടുത്ത് പറഞ്ഞൊരു വാക്യമുണ്ട്. എന്തുവാണ്? എബ്രായർ 11:6. ഒന്ന് വായിച്ചു നോക്കിയ എബ്രായർ 11:6. അതിനുശേഷം ഒന്ന് രണ്ട് വാക്യങ്ങൾ നോക്കിയതിനു ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എബ്രായർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഹല്ലേലൂയ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം പറഞ്ഞിരിക്കുകയാണ് എന്തുവാണ്? തൻ്റെ അടുക്കൽ വരുന്നവൻ താൻ ഉണ്ടെന്ന് ആദ്യം അങ്ങ് വിശ്വസിക്കണം. ഞാൻ ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കണം എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. അടുത്തെന്ത് പറഞ്ഞ്? തന്നെ അന്വേഷിക്കുന്നവർക്ക് എന്തുണ്ട്? പ്രതിഫലം ഞാൻ നൽകുന്ന ദൈവമാണെന്നാണ് ദൈവം പറഞ്ഞത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്തുമാത്രം പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ നമ്മൾ അടുത്ത് ചെല്ലണമെന്നതിൻ്റെ കാര്യമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളുടെ ഒരു കൺക്ലൂഷൻ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ മക്കൾക്ക് അവകാശമായ വിടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രാപിക്കാനായി കഴിയും. അത് വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കണം. ഓക്കെ, വിടുതലുകൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിന്റെ കരങ്ങളാൽ നിങ്ങൾ പ്രാപിച്ചിടണം. അത് പ്രാപിക്കുന്ന സമയത്ത് നിങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിക്കണം. പ്രാപിക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസത്തോടെ എന്ത് ചെയ്യണം? അതിനെ സ്വീകരിക്കണം. കർത്താവേ, ഈ വചനപ്രകാരം എൻ്റെ മേൽ എന്ത് ചെയ്യണമേ? വിടുതൽ പകരണമേ എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ എന്ത് ചെയ്യണം? ആ വിടുതലിനെ സ്വീകരിക്കണം. സ്വീകരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ആ വിടുതൽ നിങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ മാനസികമായി, ശാരീരികമായി ഒരു വിടുതൽ ആ സമയം നിങ്ങൾക്ക് തോന്നിയില്ല എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അത് വിശ്വാസ കണ്ണുകൊണ്ട് പ്രാപിച്ചതായി നിങ്ങൾ കാണണം. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യും? ആത്മീയ മണ്ഡലത്തിൽ ആ വിടുതൽ നിങ്ങൾക്ക് പകരപ്പെടും. അത് നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ കാൽച്ചൂട് മുന്നോട്ട് വയ്ക്കും തോറും അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് എന്ത് ചെയ്യപ്പെടും? പകരപ്പെടും എന്ന കാര്യം കർത്താവ് ഉറപ്പായി നമ്മോട് പറയുന്നുണ്ട്. അപ്പൊ ആ വിടുതലുകൾ നിങ്ങൾക്ക് അനുഭവിക്കാനായി കഴിയും. ആ വിടുതലിന്റെ അന്തരീക്ഷം നിങ്ങൾക്ക് അനുഭവിക്കാനായി കഴിയും. ഏത് തകർച്ചയിൽ നിങ്ങൾ കിടക്കുന്നു എന്ന് പറഞ്ഞാലും, ഏതൊരു പ്രതീക്ഷയില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നതെന്ന് പറഞ്ഞാലും, ദൈവവചനത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അവിടെ വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം എന്ത് ചെയ്യും? വെളിപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹല്ലേലൂയ. കാരണം കർത്താവ് ഉറപ്പ് തന്നിരിക്കുന്നതല്ലേ? ബൈബിളില്
മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലൊരു വാക്യമുണ്ട് അല്ലേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്, ജീവിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആണോ അല്ലേ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും എന്ത് ചെയ്യും, ജീവിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. മാനുഷിക അല്ലെ, യേശു കർത്താവിന് ആ സമയം വിശന്നത് എവിടാണ്? ശാരീരികമായിട്ടാണ് അല്ലേ. 40 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോൾ യേശുവിന് എന്ത് ചെയ്തു? വിശന്നു അല്ലേ. അപ്പോഴാണ് പരീക്ഷ വന്നിട്ട് പറഞ്ഞത് ഈ കല്ലിനോട് എന്ത് ചെയ്യാൻ പറഞ്ഞ്, അപ്പമായി തീരാൻ പറഞ്ഞു. അപ്പോഴാണ് യേശു പറഞ്ഞ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. പക്ഷെ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ശാരീരികമായ വിശപ്പിന് എന്താണ് ആവശ്യം? ആഹാരമാണ് ആവശ്യം അല്ലേ, ആഹാരമാണ് ആവശ്യം. പക്ഷെ യേശു കർത്താവ് അവിടെ പറയുകയാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന എന്തുകൊണ്ട് ജീവിക്കും, സകല വചനം കൊണ്ടും ജീവിക്കുമെന്ന് യേശു പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങളെയും എന്നെയും നമ്മുടെ സാഹചര്യത്തിന്റെ നടുവിൽ അതിൻ്റെ നടുവിൽ ഒരു പോറല് പോലും വരാതെ അതിൻ്റെ നടുവിലൂടെ കടത്തിക്കൊണ്ടു പോകാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. The word of God will sustain us. നമ്മെ എന്ത് ചെയ്യും? കാത്തു സൂക്ഷിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടു പോകാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാം യേശു കർത്താവ് ഇങ്ങനെ വിശ്വാസത്തിന്റെ വാക്കെല്ലാം പറയുമ്പോൾ അല്ലേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായ്പയിടുന്ന സകല വചനം കൊണ്ട് ജീവിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് 3-4 പരീക്ഷകൾ ചോദ്യങ്ങളൊക്കെ പിശാച് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങളുടെ നടുവിൽ യേശു കർത്താവ് എന്ത് ചെയ്തു? തക്കതായി വചനം കൊണ്ട് മറുപടി കൊടുത്തു. അപ്പൊ എന്തോ പറ്റിയെന്നറിയാം, ബൈബിളിൽ എന്തോ പറഞ്ഞേക്കുന്നത്? പിശാച് അവനെ വിട്ടുപോയി. അടുത്തെന്ത് സംഭവിച്ചു? ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു എന്നൊരു വാക്യമുണ്ട് അല്ലെ. ദൈവവചനത്തിൽ ഉറച്ചു വിശ്വസിച്ചെന്ന വ്യക്തിക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാരിറങ്ങുന്നത് നിങ്ങൾ കാണുകയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ദൈവത്തിന്റെ കരമിടപെടുന്നത് നിങ്ങൾ കാണും. ഹല്ലേലൂയ. ശരി, ഞാൻ ഒരു വാക്യം കൂടെ വായിച്ചതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 20 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 20 മുതലുള്ള വാക്യം നമുക്ക് പ്രാർത്ഥിക്കാം. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 20 മുതലുള്ള വാക്യം. സദൃശ്യവാക്യങ്ങൾ 4-ന്റെ മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കുക. അവ നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവും ആകുന്നു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. വായുടെ വക്രത നിങ്ങൾ നിന്ന് നീക്കിക്കളയുക, അധരങ്ങളുടെ വികടം നിങ്ങൾ നിന്ന് അകറ്റുക. നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വെ മുമ്പോട്ട് നിൽക്കട്ടെ. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക, നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്, നിന്റെ കാലിനെ ദോഷം വിട്ടകലുമാറാക്കുക. ഹല്ലേലൂയ. ശരി, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുവാണ്? മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക. അവൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ എന്ത് ചെയ്യുക? സൂക്ഷിച്ചു വെക്കുക. എന്തിനെയാണ്? ദൈവത്തിന്റെ വചനത്തെ അല്ലെ, ദൈവത്തിന്റെ പ്രോമിസിന്. അപ്പൊ ദൈവം എന്ത് പറഞ്ഞേക്കുന്നത്? അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും എന്തായിത്തീരും? സൗഖ്യവും ആയിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് പറയുകയാണ്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കുന്നത് എവിടാണ്? നമ്മുടെ ദൈവവചനം പ്രവർത്തിക്കുന്നത്? ആദ്യം പ്രവർത്തിക്കുന്നത് എവിടാണ്? നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ ആത്മാവിലാണ് ദൈവവചനം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ദൈവവചനം വിശ്വസിക്കേണ്ടത് എവിടം കൊണ്ടാണ്? ഹൃദയം കൊണ്ടാണ്, നമ്മുടെ ഉള്ളം കൊണ്ടാണ് ദൈവവചനത്തെ എന്ത് ചെയ്യേണ്ടത്? വിശ്വസിക്കേണ്ടത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഉറവയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതെല്ലാം
നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവവചനം വിശ്വസിക്കുമ്പോഴും വായ് കൊണ്ടത് ഏറ്റു പറയുമ്പോഴും ഈ ഉറവ വരുന്നത് എവിടെ നിന്നാണ്? ഉള്ളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ജീവന്റെ ഉത്ഭവം ഉള്ളിൽ നിന്ന് പ്രവഹിച്ച് മുകളിലേക്ക് വരുമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ശരി, ആ പഴയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ശരിയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ശരി, അപ്പം മറന്നു പോകരുത്, ദൈവവചനം നമ്മൾ സൂക്ഷിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും അതിനെ വിലയേറിയതായി ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ എന്ത് പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്? അവയെ കിട്ടുന്നവർക്ക് അവ ജീവൻ വ്യാപരിക്കുമാറാക്കും, സർവ്വദേഹത്തിനും സൗഖ്യവും പകരുമാറാക്കും. കേട്ടോ. അപ്പം അതുകൊണ്ട് ദൈവിക രോഗശാന്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? കർത്താവിൽ നിന്ന് നിങ്ങൾക്ക് പ്രാപിക്കാനായി കഴിയും. കേട്ടോ. അത് നിങ്ങൾ പ്രാപിക്കാൻ ധൈര്യത്തോടെ എന്ത് ചെയ്യുക? ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലുക. കർത്താവ് നിശ്ചയമായി നമ്മെ തൊടും. കർത്താവ് നമ്മെ നിരാശപ്പെടുത്തുകയില്ല. കേട്ടോ. ഹല്ലേലൂയ. നമ്മെ നിരാശപ്പെടുത്തുകയില്ല. കേട്ടോ. ഒരിക്കലും കർത്താവ് എന്ത് ചെയ്യത്തില്ല? നമ്മോട് നിരാശപ്പെടുത്തുകയില്ല. നമുക്ക് ഒരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ കൃപ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പകരട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, കർത്താവെ അങ്ങയുടെ വിടുതൽ എൻ്റെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, കർത്താവെ ആ ജീവന്റെ വചനം എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മാവിൽ ദൈവമേ അങ്ങ് പകരണേ കർത്താവെ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുന്നോട്ടുള്ള കാൽച്ചുവടുകൾ ദൈവകൃപയിൽ ആരോഗ്യത്തോടെ ദൈവിക സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ പകരണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഉള്ളവരെല്ലാവരും അങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവിനോട് പറഞ്ഞ, കർത്താവെ അങ്ങയുടെ കൃപ എൻ്റെ മേൽ പകരണം, എന്നെയും കർത്താവെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തക്കവണ്ണം എന്നെ ബലപ്പെടുത്തണേ കർത്താവെ എന്ന് പറഞ്ഞ് ദൈവസ്ഥയിൽ ഒരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദി അപ്പ. ഞങ്ങൾ കർത്താവെ ഇത്രയും സമയം ദൈവവചനം ഞങ്ങൾ കേൾക്കുകയായിരുന്നു കർത്താവെ. അങ്ങയുടെ മുഖത്തേക്ക് നിമിഷം ഞങ്ങൾ നോക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളോട് അങ്ങ് ഹൃദ്യമായി ഇടപെട്ടാലും അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി അപ്പ. അങ്ങ് നൽകിയ നിത്യജീവനായി നന്ദി കർത്താവെ. അങ്ങ് നൽകിയ സ്വർഗീയ സമാധാനത്തിനായി നന്ദി കർത്താവെ. ഈ സമയം ഞങ്ങൾ കേട്ടതുപോലെ ദൈവിക വിടുതലുകൾ ഞങ്ങളുടെ അവകാശമാണെന്ന് എഴുതിയിരിക്കുന്നു. ദൈവിക വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തേശുവിലുള്ളവർ ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ അങ്ങ് പറഞ്ഞു. ഈ സമയം കർത്താവെ അങ്ങയുടെ വചനപ്രകാരം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഈ ഓൺലൈനിൽ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ പകരണമേ അപ്പ. ഞങ്ങളുടെ എല്ലാവരുടെ മേലും ആവശ്യമായ വിടുതലുകൾ യേശുവിൻ നാമത്തിൽ പകരണമേ. അങ്ങയുടെ സന്നിധിയോട് അടുത്തു വരുമ്പോൾ കർത്താവെ പ്രതീക്ഷയില്ലാത്തവരെ പോലെയല്ല, നിരാശയോടെ അല്ല, പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടെ അടുത്തു വരുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ കർത്താവെ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് അങ്ങ് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് ഒരു ദൈവപ്രവൃത്തി അയച്ചേ മതിയാവൂ കർത്താവെ. ഈ ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരേതെങ്കിലും ജീവിതത്തിൻ്റെ മേഖലകളെ നോക്കിക്കൊണ്ട് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടേ മതിയാകുമെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വിടുതൽ ലഭിക്കേണ്ടുന്ന മണ്ഡലങ്ങളിലേക്ക് ദൈവകൃപ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതലുകൾ പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആവശ്യമായ ദൈവിക കൃപ, ആവശ്യമായ ദൈവിക വിടുതലുകൾ യേശുവിൻ്റെ നാമത്തിൽ പകരപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവെ, അവയെ കിട്ടുന്നവർക്ക് ജീവനും സർവ്വദേഹത്തിനും സൗഖ്യവുമാണെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഈ കേൾക്കുന്ന ദൈവവചനങ്ങൾ കർത്താവെ അവരുടെ ജീവിതത്തിൽ അത് ജീവനായി പരിണമിക്കട്ടെ, അത് സൗഖ്യമായി പ്രവഹിക്കട്ടപ്പ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരിൽ ആ ദൈവവചനം വ്യാപരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ജീവന്റെ വചനം ഇവരെ ജീവിപ്പിക്കട്ടെ കർത്താവെ. എവിടേക്ക് വിടുതൽ ആവശ്യമുണ്ടോ അവിടേക്ക് ദൈവകൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഇത്രയും സമയം ഞങ്ങൾക്ക് ദൈവവചനം പഠിക്കാൻ തന്ന അവസരത്തിനായി നന്ദി കർത്താവെ. അങ്ങയുടെ മഹാസ്നേഹത്തിനായി സ്തോത്രം. സകലമാനവും മഹത്വം പോഴ്ചങ്ങയ്ക്ക് മാത്രം നൽകുന്നു കർത്താവെ. കേൾക്കുന്ന ക്ലാസ്സുകൾ ഇവരുടെ ജീവിതങ്ങൾക്ക് അത് അനുഗ്രഹവും ദൈവകൃപയിൽ പണിയുന്നതുമാകട്ടെ കർത്താവ്. എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി.
യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ശരി, കർത്താവ് നിങ്ങളെവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്.